അതേരാ. ഇതിലിപ്പോ എന്തുട്ടത്ര ആലോചിക്കാൻ? അടുത്ത കൊല്ലം പൂരത്തിന് കാട്ടാളൻ താമസിന് അതിനെ തെക്കോട്ടിറക്കത്തിനുണ്ടാവും. അതൊരു തീരുമാന. ഞാൻ അതേ ജയന്റെ അടുത്തെത്തി. എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങളുടെ ലെറ്റർ കേട്ടില് ഒരു കൺസെന്റ് എഴുതി തന്നാ മതി. കോടതിയിൽ അത് ഗുണാവും. മായിട്ടെന്നാ ശരി എന്നാ കാണപ്പോ. ഓക്കെ. അതിന്റെ ഇടയ്ക്ക് ആരുടെ 60 പറഞ്ഞ പാകിസ്ഥാനിന്ന് ചോദിച്ചിട്ട് കൊടുത്തില്ലേ ഞാൻ. എന്നാ 60 കൊടുക്കും ഞാൻ. ആന എനിക്ക് വേണം. നീ ആ സാധനം വെച്ചേ. ശരി ശരി. തോമസ് ഏട്ടാ 10 മണിക്ക് വരാന്നുണ്ട്. ഇപ്പോഴാണ് വരണേ? പോയതാ പുണ്യാളം ജോയിലടാ. അതെ, തോമസ് ഏട്ടൻ അറിയാവനെ. ജാതി പുല്ലേട്ടാ. നോക്കിയേ. ഈ കാലത്ത് സൈക്കിൾ റിക്ഷാന്ന് കേൾക്കുമ്പോ പ്രാക്ടിക്കൽ അല്ലല്ലോന്ന് കാട്ടാള മുതലാളിക്ക് ചിലപ്പോ തോന്നാം. പക്ഷെ ഒന്ന് നോക്കിയേ, ഇങ്ങനെ തുറന്നാണ് നമ്മുടെ പുതിയ ബിസിനസ് ഐഡിയ. യാത്രക്കാർക്ക് ഇരിക്കാൻ നല്ല ടോപ്പ് കുഷ്യനുള്ള സീറ്റ്, വായിക്കാൻ മാഗസിൻസ്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്. പക്ഷെ അതിന് എക്സ്ട്രാ വേറെ പേ ചെയ്യണട്ടാ. ഇതാണ് നമ്മുടെ കാട്ടാളൻ റിക്ഷാസ്. ഒരു ഓട്ടോറിക്ഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മൾ കൊടുക്കണേ. ഇതൊന്നും ശരിയാവില്ലേ? നീ കൊണ്ടുപോയ മോനെ. ഞാൻ പറയട്ടെ, ആദ്യം തന്നെ നമ്മള് ഗ്രാമങ്ങളിലെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും 5 കാട്ടാള റിക്ഷാസ് ഇറക്കണം. ഓട്ടോ കാശിന്റെ 3 കൊടുത്താ പോരെ. 1 രൂപയുടെ ലാഭം കിട്ടിയ കടലിൽ ചടന്ന ടീംസ് ആണ് നമ്മുടെ നാട്ടുകാര്. അവരിതിൽ വീഴും. സിറ്റി ട്രാഫിക് അവിടെ ഇല്ലല്ലോ. അത് കറക്റ്റാ. ഒരു 10 കൊല്ലം കൊണ്ട് ഇന്ത്യ മുഴുവൻ കാട്ടാളന്റെ കൊടി പറപ്പിക്കണം നമുക്ക്. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സെക്ടറില് നമ്മുടെ കാട്ടാളൻ റിക്ഷാസ് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കില്ലേ. അപ്പൊ കാശ് മാത്രല്ല, ഇതിനകത്ത് സോഷ്യൽ സർവീസും ഉണ്ടല്ലേ? അത് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ ഒരു ഇമേജ് നമ്മൾ പുറത്തു വിടാവുള്ളൂ. ലാഭം വന്നോളും. നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത സക്സസ് ഉണ്ടായിക്കൊള്ളുന്നല്ല മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ വരെ പറയണേ. ഫോക്കസ് യുവർ വർക്ക്, ഫോർഗെറ്റ് ദ റിസൾട്ട്, ഇറ്റ് വിൽ ഹാപ്പൻ. എന്നിട്ട് എന്തിട്ടുണ്ടായേ? അവന്റെ അമ്മയുടെ കാട്ടാളൻ റിക്ഷാസ് 500 വണ്ടി ഉണ്ടാക്കിയിട്ട് അവസാനം 20 വിലക്ക് ഞാൻ തൂക്കി വിറ്റേ. അക്രമായാലോ? അവന്റെ മാർക്കറ്റ് തൃശ്ശൂരല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല എന്നൊക്കെയല്ല അവൻ പറഞ്ഞേ. ഉഗാണ്ടിൽ അവന്റെ മാർക്കറ്റ് ഉണ്ട. വഞ്ചരിക്കാൻ കേസ് കൊടുത്തിട്ടുണ്ട് അവന്റെ പേരില്. ഫ്രോഡ്. അവന്റെ വാചകടിയിൽ വീണോന്റെ ജീവൻ നായി നക്കി. ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട. കാശും പോയി കിട്ടോനെ. അനു, ജോയ്, നീ ഇവിടെ ഇരിക്കുക. ഞാൻ ഫാക്ടറിന്ന് ഓഫീസിലേക്ക് വന്നപ്പോഴേക്കും നീ ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞു. അവിടെ വെയിറ്റ് ചെയ്യാറുന്നില്ല ഞാൻ പറഞ്ഞവരെ. പടിയിലങ്ങനെ തല ഇറങ്ങി വീണിരുന്നെങ്കിലോ? അത്രക്കൊന്നും ഇല്ല. ഈ സമയത്ത് റെസ്റ്റ് വേണ്ടേ? കാലൊക്കെ വെച്ചോ? എന്നാലും ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടാ. എന്നതാ? ഒരു സർപ്രൈസ് ഇങ്ങോട്ട് തരുമ്പോ വേറൊരു സർപ്രൈസ് അങ്ങനെ ഉണ്ട്. ജോയ് എന്നേക്ക് പറയുന്നേ? കൺഗ്രാറ്റുലേഷൻ, സെലിബ്രേഷൻ, ഇമാജിനേഷൻ. അല്ല, ഇയാൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം? അതൊക്കെ പറയാം. നീ ആദ്യം മധുരം കഴിക്കേ. 1 മന്തായി ഞാൻ നോട്ട് ചെയ്യണം നിന്റെ മോന്തയ്ക്കൊരു പെയിൽനെസ് ഇട്ടാ. ഈ ഒരു ഡേക്ക് വേണ്ടിട്ട് എത്ര നാളായി ഞാൻ കാത്തിരിക്കണമെന്നറിയോ? ഒരു കുഞ്ഞിക്കാല് കാണാൻ. നീ കഴിക്കേ. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. കുഞ്ഞിക്കാലാണോ വന്നേക്കുന്നു? അപ്പൊ നീ പ്രഗ്നന്റ് ആയിട്ടല്ലേ തല ചുറ്റി വീണേ? നീ ഛർദിച്ചു എന്ന് പറഞ്ഞല്ലോ. കൂടെ വർക്ക് ചെയ്യണ ഗർഭിണി പെണ്ണ്. 2 ദിവസമായിട്ട് 18 മണിക്കൂർ വെച്ചിട്ടാ ഞാൻ അവിടെ ഓഫീസിൽ ജോലി ചെയ്യുന്നത്. കൂടാതെ മന്ത്ലി ടാർഗറ്റ്സിന്റെ പ്രഷർ വേറെ. ജോയ്ക്ക് ഇത് വല്ലതും അറിയണോ? അത്ര ഉള്ളൂ? ഞാൻ വെറുതെ കൊറേ സ്വപ്നം കണ്ടുപിടിയായി. അത്ര ഉള്ളൂ എന്നാ? ഞാൻ തലയിറങ്ങി വിടാൻ നിങ്ങൾക്ക് അത്ര ഉള്ളൂ? കുഞ്ഞിക്കാല് കാണാത്രേ. ഇനി ഈ പ്രോബ്ലംസിന്റെ ഇടയിൽ കൂടെ ഒരു കുട്ടിയും കൂടെ കൊണ്ടുവരാത്തതിന്റെ കുറവേ ഉള്ളൂ. ആ റിസ്ക് എന്തായാലും ഞാൻ എടുക്കില്ല. എടുക്കണമെങ്കിൽ ഉണ്ടോ? ഞാൻ വിചാരിച്ചു 2 മാസമായിട്ടൊന്നും നടന്നിട്ടില്ല. നീ ഇത് കഴിക്കേ, എന്തായാലും മേടിച്ചല്ലേ. എന്തായിരുന്നു എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് പറഞ്ഞേ? ഒന്നുകിൽ അംബാനിയുടെ ഭാര്യ അല്ലെങ്കിൽ പ്രാന്തന്റെ ഭാര്യ. അത് കഴിഞ്ഞിട്ട് മതി കൂട്ടി. മതി. നീ 10 ദിവസം ലീവ് എടുത്തോ ഈ പേരും പറഞ്ഞു. നല്ല റെസ്റ്റ് കിട്ടുമല്ലോ. എന്നിട്ട് വേണോ ഉള്ള ജോലിയും കൂടെ പോവാൻ. ആകെപ്പാടെ ഉള്ളത് മാസാമാസം കിട്ടുന്ന ശമ്പളം. അത് ശരിയാ. ജോയിയേട്ടാ, ഞാൻ അങ്ങനെ നീന്തൽ പിടിച്ചേ. ഭയങ്കര സ്പീഡാ. അഞ്ചേ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ആശുപത്രി പോണെങ്കിൽ വണ്ടി താണ്ടിട്ടാ. നിന്നെ നീ റെസ്റ്റ് ചെയ്തേനു. പച്ചമാങ്ങ വേണേ വീട്ടിലുണ്ടിട്ടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ് ജോയേട്ടാ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ആകെ പേടിച്ചുടാ. സംഭവം മറ്റാണെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇല്ലേ ഒരു തേങ്ങയില്ലേ. ഇത് ഓവർ സ്ട്രെയിൻഡാ. ഗ്രീനുവേ, ഫസ്റ്റ് നൈറ്റിൽ ഞാൻ അനുവിന്റെ അടുത്ത് വെച്ച കണ്ടീഷൻ എന്താണെന്ന് അറിയാം നിനക്ക്? എന്തുട്ടാ? മോളെ അനുവേ,
നമുക്ക് ഫസ്റ്റ് ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് 1 crore ബാങ്കിൽ ബാലൻസ് വേണട്ടാ. ഇതെന്റെ ഫൈനൽ ഡിസിഷൻ ആണ്. ഈ ഡയലോഗ് കച്ചതും അവളുടെ മോന്ത കണ്ണം ബൾബായി. നിങ്ങളെ പോലെ നിങ്ങക്ക് പറ്റൂ ജോയേട്ടാ. നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്ത് പെണ്ണ് കാണാൻ പോയിട്ട് കംപ്ലീറ്റ് നാട്ടുകേസായി. ചോദിക്കാൻ മറന്നൂടാ, അതെന്താടാ പോയിട്ട്? പണ്ട് ജോയേട്ടൻ അനുശേഷിച്ചോട് പറഞ്ഞ പോലെ 1-2 ഡയലോഗുകൾ ഞാനും കാച്ചു നോക്കി. പേറ്റ് കാണല്ലോ. തേങ്ങയാണ്. കുട്ടി പേടിച്ച് കരച്ചിലായില്ലേ? കുട്ടിയുടെ അച്ഛന്റെ തല്ലിട്ടായിരുന്നു എന്റെ ഭാഗ്യം. സാരില്ലടാ, നിനക്കിനിയും ടൈം ഉണ്ടല്ലോ. ഗ്രീനുവേ, ഞാൻ ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചതിന്റെ കാര്യം എന്താണെന്നറിയാം നിനക്ക്? എന്നിട്ടാ കുട്ടിയോള് വലുതാകുമ്പോ ജോയേട്ടനെ എങ്ങനായിരിക്കാല്ലേ? പോടാ പോത്തെ അവിടെ നിന്ന്. ചെറുപ്പത്തിലെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനല്ലേ? നെവർ. പിന്നെന്തുട്ടാ ജോയേട്ടൻ തന്നെ പറ. നമ്മള് ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചാലുള്ള ഒരു ഗുണം എന്താ വെച്ചാ, ഇൻ കേസ് ആ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആയില്ല വെച്ചാലും നമുക്ക് വേറെ കെട്ടിക്കൂടാ. നമ്മള് സ്റ്റിൽ യങ്ങല്ലേ? അതേ മനസ്സിൽ വെച്ചാ മതി, അവിടെ ശ്രദ്ധിക്കണ്ട, എടുത്ത് ചവിട്ടി കൂട്ടും. അനു മോളെ, ഒരു 200 ഉണ്ട് അതിന്റെ കയ്യില്. ലഡുവിന്റെ കാശ് കൊടുത്തിട്ടില്ലടി. എന്റെ ജോയേട്ടാ. ആരാടാ സുധാകരന? അല്ല, ഞാനാ ഗിരിയേച്ചി. എന്തുട്ടേ എടുത്ത പരിപാടി? നീയായിരുന്ന ജോയ് എന്താ ഈ നേരത്ത്? ഈ നേരത്തല്ലേ വക്കീലിനെ ഒന്ന് സ്വസ്ഥായിട്ട് കാണാൻ പറ്റുള്ളൂ. ആളോടെ? അവളൊരു സിനിമയ്ക്ക് പോയിട്ട് എപ്പം ഇങ്ങോട്ട് വന്ന് കേറിയുള്ളൂ. ഒറ്റയ്ക്കാ? ഞാൻ പറഞ്ഞ കേക്കണ്ട എന്റെ ജോയിയെ. ഇവളൊരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കാന്ന് വെച്ചാ ഒരു എണ്ണത്തിന് അവൾക്ക് പിടിക്കില്ല. മോഡേൺ ടൈംസ് അല്ലേ ഗിരിയേച്ചി? വക്കീലിന് പറ്റിയൊരു ചുള്ളനെ നമുക്ക് എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാം. ഗിരിച്ച് താഴേക്ക് ഇറങ്ങിയ ഈ വയസ്സങ്കാലത്ത് ഇതിന്റെ മേളിൽ നിന്ന് പേരന്റ് താഴേക്ക് വീഴാത്തതിന്റെ കുറവുള്ളൂ. എന്റെ അമ്മേ, ഇത് പിടിക്ക്. വെറുതെ ഇരിക്കുമ്പോഴേ കൈനും കാലിനൊക്കെ ഒരു തരിപ്പ് എന്റെ ജോയിയെ. TV കണ്ടിരുന്നൂടെ? ഗിരിയേച്ചിയുടെ മന്ദാരപ്പൂവിന്റെ ടൈമല്ലേ ഇപ്പൊ? 8000 എപ്പിസോഡല്ലേ ആയുള്ളൂ. TV സീരിയല് കാണലൊക്കെ നിർത്തി. ഈ കാണിച്ചെന്നെ കാണിച്ച മടുപ്പായി. രാത്രിയിൽ ഞാൻ ന്യൂസ് നൈറ്റ് കാണും. ദേ, നിയമസഭയുള്ള സമയമാച്ചാ രാവിലെ ലൈവും കാണും. ചിരിച്ച് ചാവും എന്റെ ജോയിയെ. മുതലാളിയേ, എന്തിട്ടത് മുതലാളിന്നൊക്കെ? വക്കീലേതോ സിനിമയ്ക്ക് പോയിരുന്നു പറഞ്ഞു. ഞാൻ സിനിമ കണ്ട കാലം മറന്നു എന്റെ ഗിരീശ്. പീസായിട്ട് ഞാൻ പച്ചക്കറി വാങ്ങിക്കാറില്ലെന്ന് പറഞ്ഞേക്കമ്മേ. നമ്മുടെ കമ്പനി വളപ്പിലുണ്ടാക്കിയതാണ്. നോക്കിയേ, കേസ് വിധിയാകാത്തോണ്ട് കമ്പനിയിൽ ഇപ്പൊ ഇതൊക്കെ പരിപാടി. കീടനാശിനി അടിക്കാത്ത ഫ്രഷ് വെജിറ്റബിൾസ് ആണ്ടാ. ഒന്ന് പാരന്റെ ഗിരിയേച്ചേ, ഈ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ? എന്നാ വെൽത്ത് മാത്രം മതി എന്നാണ് വക്കീല് പറയണേ. നമ്മുടെ ജോയല്ലേ മോളെ? അമ്മ ഒന്ന് അകത്തേക്ക് പോയേ. അല്ല പിന്നെ എടുത്തോ, അതവിടെ വെച്ചാ മതി. ഇവളുടെ ഒരു കാര്യം ആകെ കഷ്ടകാലാണ് വക്കീലെ. എനിക്കും. ആ കാട്ടളം തോമസ് കറക്റ്റ് ടൈമിന് കയറി വന്നോണ്ട് എലഫന്റ് ഓണേഴ്സ് അസോസിയേഷൻകാർ ആകെ അടഞ്ഞു. നന്നായി. ഒന്നും ഇങ്ങോട്ട് നോക്കിയേ. അതേ, നാളെ വക്കീൽ കോടതിയിൽ ഹാജരാവണം. തരാനുള്ള ഫീസ് ഞാൻ ഉടനെ തരും. അതെന്റെ പുത്തമ്പള്ളി പോയി പറഞ്ഞാ മതി. എന്തിനാ? ജോയ് താക്കോൽക്കാരനല്ല, ജോയ് തട്ടിപ്പുകാരനാന്ന് ഈ നാട്ടുകാർ മുഴുവൻ പറയുന്നത് വെറുതെ അല്ല. അങ്ങനെ മാത്രം പറയരുതിട്ടാ. ഉണ്ടായിട്ട് തരാതിരിക്കണല്ലോ. വക്കീലിന് സമ്മതാച്ചാ ഒരു ഫിക്സഡ് ഫീസിന് പകരം പുണ്യാളൻ അഗർബത്തീസിന്റെ ഒരു പ്രോഫിറ്റ് ഷെയർ ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്യാം. എന്നിട്ട് വേണം എന്റെ കുടുംബം പട്ടിണിയാവാൻ. നടക്കണ കാര്യം വല്ലതും പറ മുതലാളി. വക്കീൽ കൂട്ട് കത്തിച്ചു കളഞ്ഞ ഒന്നുമില്ല. നാളെ വക്കീല് കോടതിയിൽ ഹാജരായില്ലാച്ചാ നമ്മള് ആത്മഹത്യ ചെയ്യും. ഒന്നുമില്ല, ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാ. ബട്ട് ഐ വിൽ ഡു. അതെ, നിങ്ങൾ ഈ കാണിക്കുന്നത് കംപ്ലീറ്റ് അടവാന്ന് എനിക്ക് അറിയാണ്ടല്ല. എന്നാലും നോക്കട്ടെ. അത് മതി, അത് കേട്ടാ മാത്രം മതി. പിന്നെ വക്കീല് ഏത് സിനിമയ്ക്കാ പോയ? ഡ്രാക്കുളയാ? മുതലാളി ചെല്ല്. പോകുമ്പോ ഈ സഞ്ചിയും കൂടെ എടുത്തിട്ട് പോയിക്കോ. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ അതിന്റെയും കൂടി കണക്ക് ഞാൻ കേൾക്കേണ്ടി വരും. ഈ സൈസിലുള്ള കുറച്ച് കക്ഷികളെ കിട്ടിയ വക്കീൽ പണി നിർത്തും വേഗം. സഞ്ചി എടുക്കാൻ മറക്കണ്ട.